ഇനി കൊല്ലങ്കോട്ട് പുലി കമ്പിവേലിയിൽ കുരുങ്ങിയ സംഭവത്തിൽ സ്ഥലമുടമയ്ക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വന്യമൃഗങ്ങളെ പിടികൂടാൻ സ്ഥാപിച്ച വേലിയാണിതെന്നാണ് വനംവകുപ്പിൻ്റെ കണ്ടെത്തൽ. എന്നാൽ പന്നിയെ പിടികൂടാൻ സ്ഥാപിച്ച കെണിയല്ല എന്നാണ് കർഷക കൂട്ടായ്മ പറയുന്നത്. പുലിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് തൃശ്ശൂർ മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ നടക്കും. നിഖിൽ പ്രമേഷ് ചേരുന്നു പാലക്കാട് നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും കർഷകർ കെണി ഒരുക്കിയതാണ് എന്നാണ് വനംവകുപ്പിൻ്റെ സംശയമല്ലേ? ഓക്കെ, പറയും. തീർച്ചയായിട്ടും അസ്കൈൻ, ഇന്നലെ പുലർച്ചെ മുതൽ ഏതാണ്ട് 6 മണിക്കൂറോളം ആ പുലി കുരുങ്ങിക്കിടന്നതായി കമ്പിവേലിയിലാണ്. ഇതൊരു തെങ്ങിൻതോപ്പാണ്, അതിനോട് ചേർന്ന് അപ്പുറത്ത് മാവിൻതോട്ടമാണ്. മുതലമട ഈ മേഖല എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഈ മാങ്ങയുടെ ഒരു മാംഗോ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും ഇവിടെയാണ് 6 മണിക്കൂറോളം കുരുങ്ങിക്കിടന്നത്. അതിനുശേഷം ഒരുപാട് തവണ പുലി രക്ഷപ്പെടാൻ സ്വയം ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. തുടർന്ന് വനവകുപ്പ് പിടികൂടിയതിന് ശേഷം ആ പുലിക്ക് ജീവൻ നഷ്ടമാവുകയായിരുന്നു. എന്തായാലും ആ സംഭവത്തിൽ ഇപ്പോൾ സ്ഥലമുടമയ്ക്കെതിരെ കേസെടുക്കാൻ വനവകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ വലിയ പ്രതിഷേധമുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ CP ഉഷ എന്ന ഒരു പ്രേക്ഷക അഭിപ്രായപ്പെടുന്നത് ആ കേസെടുക്കുന്ന നടപടി പാടില്ല എന്ന് അവർ ആവശ്യപ്പെടുന്നത്. സമാനമായിട്ടുള്ള അഭിപ്രായം ഇവിടുത്തെ കർഷക സംരക്ഷണ സമിതിക്കുമുണ്ട്. അവർ പറയുന്നത് ഈ സ്ഥലമുടമ വല്ലപ്പോഴും ഇവിടെ വന്നു പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇവിടെ ആര് കെണി വെച്ചു എന്നോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഇത്തരത്തിലൊരു കെണി വെച്ചതിനെ കുറിച്ച് ആ സ്ഥലമുടയ്ക്ക് അറിവുണ്ടാകില്ല. ഇത്തരത്തിൽ കേസെടുക്കുകയാണെങ്കിൽ അത് കർഷകരുടെ മനോവീര്യം തകർക്കും, കർഷകർക്ക് മുന്നോട്ട് പോകാനുള്ള പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. നേരെ അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ കേസെടുക്കാനുള്ള നടപടി എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? കർഷകരുടെ പേരിൽ കേസെടുക്കുകയാണെങ്കിൽ ഈ സ്ഥലത്ത് എപ്പോഴെങ്കിലും വന്നു പോകുന്ന ആൾ ഈ സംഭവം തന്നെ അറിയില്ല. ഈ തെങ്ങിൻ തോപ്പ് കള്ളി ചെത്താൻ കൊടുത്തതാണ്. അവർ ആലപ്പുഴക്കാരോ മറ്റോ ആണ്. അവർ വന്ന് ചെത്തിയിട്ട് മാസങ്ങളായിട്ട് പോയി. ഇങ്ങനെ ഒരു കേബിൾ വെക്കുകയോ ഈ പന്നിക്ക് കൊടുക്കുകയോ ചെയ്തതൊന്നും ഈ സ്ഥല ഉടമ അറിയില്ല. ഇനി അബദ്ധത്തിൽ തന്നെ ഇപ്പം മാനിൻ്റെ സഞ്ചാരമുണ്ട്. നായ്ക്കൾ മാനിനെ പിടിച്ചിട്ട് അത് എൻ്റെ സ്ഥലത്ത് പട്ടുവച്ചാൽ എന്നെ കേസെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്നത്തെ നിയമ വ്യവസ്ഥ. അത് പറ്റില്ല. അങ്ങനെ കേസെടുക്കുകയാണെങ്കിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കർഷക സംരക്ഷണ സമിതി മുന്നോട്ട് പോകും. ഞങ്ങൾ ഞായറാഴ്ച യോഗം വിളിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച അതിനനുസരിച്ചുള്ള നടപടി ഉണ്ടാവും. ഇതിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ സ്ഥലമുടമയ്ക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞങ്ങൾ കൊടുക്കുകയാണ്. ഞങ്ങൾ കർഷകരോടൊപ്പമാണ്. കർഷക സംരക്ഷണ സമിതി എന്നും കർഷകരോടൊപ്പമാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾ പരിപൂർണമായിട്ട് കർഷകരോടൊപ്പമാണ്. മാത്രമല്ല, ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പോൾ ഒരു പാടത്തിപ്പോൾ ഇന്നലെ പുലി ചത്തു, ഇനിയിപ്പോൾ നാളെ മയിലാണ് ചാകുന്നത്, അതിൻ്റെ പിറ്റേ ദിവസം മാനാണ് ചാകുന്നത്. ഇതിനൊക്കെ കേസെടുക്കാൻ നിന്നാൽ കർഷകൻ ഈ കൃഷിയും കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അവൻ കൃഷി ഉപേക്ഷിച്ച് പോകേണ്ടി വരും. കൃഷി നടത്തിയാൽ ജയിലിലേക്ക് പോകും എന്നുള്ള ഒരവസ്ഥ കർഷകരുടെ മനസ്സിൽ വരാൻ പാടില്ല. ഒരു ഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു വിമർശനം, ഏതാണ്ട് 6 മണിക്കൂറിലധികം സമയം ഈ കുരുങ്ങിക്കിടന്ന ശേഷം പുലി ചത്തതിനാൽ വനംവകുപ്പിനുണ്ടായിട്ടുള്ള ക്ഷീണം തീർക്കാൻ അവർ ഈ സ്ഥലമുടമയ്ക്കെതിരെ അത്തരത്തിൽ ഈ കേസെടുത്തുകൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോവുകയാണോ എന്നുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തിയ ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാര്യമായി തന്നെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. SKN. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. ശ്രേയസ് ബാബു പറഞ്ഞു, ഈ KTU എക്സാം മാറ്റിവെക്കാൻ വല്ല പരിപാടിയുണ്ടോ? അത് KTU പരീക്ഷ ഇന്ന് നടക്കും, നമ്മളത് മാറ്റിവെക്കാനും ശ്രമിക്കേണ്ട. വരുൺ ബി പിള്ള പറയുന്നു, പത്തനംതിട്ടയിൽ നല്ല മഴയുണ്ട് എന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.